ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുളങ്ങളിലും പുഴകളിലൊക്കെ നീന്തുന്ന സമയത്ത് തല താഴ്ത്തിയിട്ട് സ്വിം ചെയ്യുന്നതാണോ നല്ലത്, അതേപോലെ തന്നെ തല പൊക്കിയിട്ട് സ്വിം ചെയ്യുന്നതാണോ നല്ലത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ ഷോർട്ട് ഡിസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തല പൊക്കിയിട്ട് നീന്തുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓവർ സ്ട്രെയിൻ ആയിരിക്കും തല പൊക്കി നീന്തുക എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ നിങ്ങളുടെ ലെഗ് ഒരുപാട് താന്നിരിക്കും, കൂടുതൽ ദൂരം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു തല താഴ്ത്തി ആ പ്രോപ്പർ മെത്തേഡിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ചോദ്യം വരാം, ഈ കുളങ്ങളിലൊക്കെ പുഴകളിലൊക്കെ നീന്തുമ്പോൾ എങ്ങനെ ഈ ഡയറക്ഷൻസ് അറിയാൻ പറ്റുന്നില്ല. ഞാൻ സ്വിം ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ തല താഴ്ത്തിയിട്ട് സൈഡ് ബ്രീത്ത് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തല പൊക്കി നോക്കുന്നുണ്ട്, ഞാൻ ചെരിഞ്ഞിട്ടാണോ വളഞ്ഞിട്ടാണോ നേരെയാണോ പോകുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നീന്തൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തല പൊക്കി നീന്തുകയാണെങ്കിൽ സൈഡ് ബ്രീത്ത് എടുത്ത് ചെയ്യുക, തല താഴ്ത്തി ചെയ്യുക. അതേപോലെ തന്നെ ജസ്റ്റ് നീന്തി കുറച്ച് ദൂരം പോയതിന് ശേഷം നിങ്ങൾക്ക് തല പൊക്കി ജസ്റ്റ് നോക്കി ഡയറക്ഷൻ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യാം.